കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീപിടുത്ത കെട്ടിടത്തിൽ വീണ്ടും പുക. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ 6ാം നിലയിലാണ് പുക കണ്ടത്. ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത് 6ാം നിലയിൽ ആണ്. പുക കണ്ടതിനെ തുടർന്ന് 4-5 നിലകളിലെ രോഗികളെ മാറ്റി. കഴിഞ്ഞ ദിവസത്തെ പൊട്ടിത്തെറി സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയ്ക്കിടെയാണ് വീണ്ടും പുക ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് സൈറൺ നൽകി. ഇതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും വേഗം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. 4-5 നിലകളിലെ രോഗികളെ മാറ്റി. ഫയർഫോഴ്സ് യൂണിറ്റുകൾ അടക്കം സർവ്വസജ്ജമായി സ്ഥലത്തെത്തി. എന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാവുകയായിരുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തിച്ചിരുന്ന 6ാം നിലയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം കെട്ടിടത്തിൽ നിന്ന് പൊട്ടിത്തെറിയുണ്ടായി തീപിടിച്ച് പുക ഉയർന്നതിന് പിന്നാലെ ഇവിടെയുള്ളവരെ മാറ്റിയിരുന്നു. നാളെ മുതൽ കെട്ടിടത്തിൽ വീണ്ടും ഓപ്പറേഷൻ തിയേറ്റർ അടക്കം പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പരിശോധന നടത്തിയത്. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് പുക ഉയർന്നതെന്നും രോഗികൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ആശങ്ക വേണ്ടെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന ആരോപണം ഉയർന്നു. കെട്ടിടത്തിലെ പരിശോധന പോലും പൂർത്തിയാകാതെ രോഗികളെ മാറ്റിയതിൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഉത്തരം പറയണമെന്നും ആവശ്യം ഉയർന്നു. ഈ ബ്ലോക്കിൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താതെ രോഗികളെ പ്രവേശിപ്പിക്കില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി നൽകിയ ഉറപ്പ്. എന്നാൽ ഇന്ന് പുക ഉയർന്നപ്പോൾ 35 പേരെയാണ് ഇവിടെ നിന്ന് ഒഴിപ്പിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും തീപിടുത്തം ഉണ്ടായ പശ്ചാത്തലത്തിൽ എല്ലാ നിലകളിലും പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയ ആരോഗ്യമന്ത്രി ഓരോ നിലകളിൽ ആയി പരിശോധന നടത്തും. സീലിംഗ് ഭാഗത്താണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ഫയർ ഓഡിറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. ഇന്നിപ്പോ ഈ പരിശോധനയ്ക്കിടയിൽ 6ാമത്തെ ഫ്ലോറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഒരു ടോട്ടൽ ഫയർ ഓഡിറ്റ് സമഗ്രമായിട്ടുള്ള ഫയർ ഓഡിറ്റ് നടത്താൻ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ സമഗ്രമായിട്ടുള്ള ഫയർ ഓഡിറ്റിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ടാകും. അതുകൂടാതെ ഫയർ സേഫ്റ്റിയിലെ ഉദ്യോഗസ്ഥരുണ്ടാകും. LSGDയുടെ എഞ്ചിനീയർ ഉണ്ടാകും. അതുപോലെ അനുബന്ധമായിട്ടുള്ള സാങ്കേതിക വിഭാഗങ്ങളിലെ എല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റൊക്കെ ഉൾപ്പെടെ എല്ലാ അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളിലെ എല്ലാം ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഒരാളുണ്ടാകും. അങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ ടെക്നിക്കൽ പേഴ്സൺസിനെ ഉൾപ്പെടുത്തി ഒരു ഫയർ ഓഡിറ്റ് നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.